അപ്പോൾ ഗൈസ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് റെസിപ്പിയാണ് ഇന്നത്തെ നിയാ ബേബിയുടെ ലഞ്ച്. നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗീ ഇട്ടതിന് ശേഷം ഞാനൊരു ഒരു പിഞ്ച് ഓഫ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീട്രൂട്ടും ക്യാരറ്റും തേങ്ങയും, ഈ 3 ഐറ്റം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നിയാ ബേബിക്ക് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ, ഇതിൻ്റെ കൂടെ കേടും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കൊച്ച് നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ അതാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച റൈസ് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി കുക്കറിലിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ റൈസ് തന്നെയാണ് നിയാ ബേബിക്ക് കൊടുക്കുന്നത്. സോ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ വെള്ളം എടുക്കാൻ പോയതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിലേക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിയാ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട് കൂട്ടി കഴിക്കാൻ. അപ്പം അത്രേ ഉള്ളൂ.